ജീവകാരുണ്യ പ്രവർത്തനത്തിന് പടക്ക കച്ചവടം ഒരു മാർഗമാക്കുകയാണ് കോഴിക്കോട് പുതിയ പാലത്തെ ഒരു കൂട്ടം ആളുകൾ. വിവിധ രാഷ്ട്രീയക്കാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന ജനകീയ സമിതിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 60 അംഗങ്ങൾ ചേർന്ന ജനകീയ സമിതിയാണ് പടക്ക കച്ചവടത്തിന് പിന്നിൽ. 8 വർഷം മുമ്പ് തുടങ്ങിയ സമിതി ഇതിനോടകം നിരവധി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനായി പടക്ക കച്ചവടത്തിലൂടെ പണം കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത് ഇതാദ്യമാണ്. ചികിത്സാ സഹായം, വീൽചെയർ വിതരണം തുടങ്ങി ആതുര രംഗത്തും അവശ്യ മേഖലയിലും ഇവരുടെ സേവനം എപ്പോഴും ലഭ്യമാണ്. കഴിഞ്ഞ 20 ദിവസത്തിലധികമായി പുതിയ പാലത്ത് ഈ പടക്കക്കട സജീവമാണ്. അസുഖമായി കിടക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുക എന്ന ഇതിനു വേണ്ടിയിട്ടാണ് പടക്ക കച്ചവടം നടത്തുന്നത്. അതിൻ്റെ ലാഭം അതിലേക്ക് മാറ്റിവെക്കുക. മുഴുവൻ പ്രവർത്തകരും അതിൻ്റെ കൂടെ ഉണ്ട്. പുതിയ പാലത്തെ ജനകീയ സമിതിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പൊതു പ്രശ്നങ്ങളിൽ എല്ലാത്തിലും ഇടപെടലുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇപ്പം ഞങ്ങൾ നിപ്പ, വെള്ളപ്പൊക്കം, ഈ കാര്യങ്ങളിലൊക്കെ ജനകീയ സമിതിൻ്റെ പങ്ക് വലുത് തന്നെയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടീൻ്റെ പ്രവർത്തകരും ഉണ്ട്, സാമൂഹിക സംഘടനകളുണ്ട്, എല്ലാം ജനകീയ സമിതിൻ്റെ ഉള്ളിലുണ്ട്. വിഷുക്കാലത്തെ വിപണന സാധ്യതയെ പോലും സന്നദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതിലൂടെ മഹത്തായ സന്ദേശമാണ് പുതിയ പാലത്തെ ജനകീയ സമിതി പൊതുസമൂഹത്തിന് നൽകുന്നത്. ജനം, കോഴിക്കോട്.